നൊയമ്പ് കാലം 4-ാം വാരം വെള്ളി. തിരുവചനം: അവനെ ബന്ധിക്കുവാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 30-ാം തിരുവചനം. നൊയമ്പ് കാലം ഒരു സമയമാണ്. മാനസാന്തരത്തിൻ്റെയും പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളുടെയും സമയം. ഉയർപ്പിൻ്റെ സന്തോഷത്തിൽ പുതുജീവിതം ആരംഭിക്കുന്ന സമയം. യേശുവിൻ്റെ ജീവിതത്തിൽ സമയം അഥവാ മണിക്കൂർ എന്ന വാക്കിന് പ്രത്യേകമായ അർത്ഥമുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ കൂടാര തിരുനാളിന് വന്ന യേശുവിനെ യഹൂദർക്ക് പിടികൂടാൻ സാധിക്കാത്തതിൻ്റെ കാരണം യേശുവിൻ്റെ സമയം എത്തിയിരുന്നില്ല എന്നുള്ളതായിരുന്നു. യേശുവിൻ്റെ ജീവിതത്തിൽ സമയം അർത്ഥമാക്കുന്നത് പാടുപീഡകളോടു കൂടിയ മരണവും ഉത്ഥാനവുമാണ്. ഒറ്റവാക്കിൽ രക്ഷയുടെ അടയാളമായ പെസഹ രഹസ്യം. യേശുവിൻ്റെ വാക്കുകളിൽ തന്നെ യേശു ഈ സമയത്തിനായി, മണിക്കൂറിനായി കാത്തിരിക്കുകയായിരുന്നു. യേശുവിൻ്റെ പീഡാസഹനം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ കാണാൻ വന്ന ഗ്രീക്കുകാരോട് യേശു പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 23-ാം തിരുവചനം: മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയം ആഗതമായിരിക്കുന്നു. തൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നവർക്ക് യേശു തൻ്റെ ശിഷ്യത്വം വ്യക്തമാക്കി കൊടുത്തത്, ഗോതമ്പണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി തുടരും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഈ നൊയമ്പ് കാലത്ത് യേശു നമുക്ക് നൽകുന്ന സന്ദേശം ഇത് തന്നെ: സമയം സമാഗതമായി.